ലോക്കുകളാണോ? എന്തിന്റെ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ? എന്താ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ പേടി? എന്താ ഈ സഹോദരൻ നിന്റെ ഫോൺ എന്താ നിന്റെ ഭർത്താവിന് കൊടുക്കത്ര പേടി? എന്താ പേടിക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാത്ത? കുറെ കാലം നമ്മൾ പറഞ്ഞു ഉസ്താദ് കുട്ടികൾ എടുക്കാതിരിക്കാനാണ്. അമ്മാരെടുത്ത് ഗെയിം കളിക്കുന്നു. പിന്നെ നിന്റെ പട്ടി എറിയുന്ന ഫോൺ അമ്മാർക്ക് എന്തിനാ? അവര് തലകണയുടെ അത്രയുള്ള ചാപം കണ്ടല്ലേ നടക്കാം. കുട്ടികൾക്കൊന്നും വാപ്പാടെ ഉമ്മാടെ ഫോണൊന്നും വേണ്ട, അമ്മാരെ കയ്യിൽ നല്ല ഫോണല്ലേ. ഇപ്പൊ മറച്ചു വെക്കാൻ നമുക്ക് പലതും ഉണ്ടോ. ചില ഭർത്താക്കന്മാര് ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ ഫോണ്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. അവിടെയും കൂടെ കൊണ്ടുപോകാം. കാരണം കണ്ടു കഴിഞ്ഞാലും സ്നേഹമില്ലടോ, വിശ്വാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊന്നുമില്ല. 10, 15, 20 കൊല്ലം കൂടെ കിടന്നാലും ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം തീരുക. എന്തെല്ലാം കേസാ. ഭർത്താവ് പീഡിപ്പിച്ചു, ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പായും പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തോളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെല്ലാം നിനക്ക് പെണ്ണുങ്ങളൊന്ന് പിണങ്ങി കഴിഞ്ഞാൽ പറയും ഭർത്താവും ഭർത്താവിന്റെ തള്ളയും കൂടെ എന്നെ സ്ത്രീധനത്തിന് പീഡിപ്പിച്ചു. എന്തെല്ലാം കേസുകൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്നേഹമൊന്നുമില്ല ഒന്നിനും. അഭിനയവ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിനയിച്ച് കളയുകയാ. സ്നേഹിക്ക് ചങ്ങാതി പരസ്പരം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്തൊരു സുഖമെന്നറിയോ? എന്താ സന്തോഷമെന്നറിയോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഇങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെയൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബ സമേതം സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. സെക്രട്ടറി പ്രസിഡന്റൊക്കെ പൊക്കിക്കും. പെണ്ണുപിള്ളമാര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എന്റെ പൊന്നാരെ ഖജാൻജിന്ന് വീട്ടിൽ പോണ്ട. എന്തൊക്കെ ലോക്കുകളാണോ? എന്തിന് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ല. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, മാരക രോഗങ്ങളെ തൊട്ട്, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനോട്. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും. ഒരുത്തം പറയും അങ്ങോട്ട് പോയി ചാറ്റി, മൊബൈൽ എടുത്തു, മെസ്സേജ് എഴുതി, അത് ഇത് പലതും പറയും. നിന്റെ ഭാര്യ അവിടെ വെച്ച് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിളിച്ചിട്ട് പറയും ഞാൻ വരുന്നതിന് മുമ്പ് നീ വെക്കോളാം മാരി കിട്ടി. എടാ 20 കൊല്ലം 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല. ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഭർത്താവ് അപ്പോഴേ തീരുമാനമെടുത്തു. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട ഭാര്യയും തീരുമാനമെടുത്തു. ആര് ചോദിക്കേ? ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിമാരെ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവിടെ സ്വന്തമായിട്ട് മൊബൈലുള്ളവര്, ബെൻസുള്ളവരല്ല, മൊബൈലുള്ളവർ കൈ